കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. പ്രിയരെ, ഈ ദൈവത്തിൽ ശരണം പ്രാപിക്കാൻ, ദൈവത്തെ അറിയാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച സന്ദർഭങ്ങൾ അതിശ്രേഷ്ഠമാണ്. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതെ ജയത്തോടെ നടത്തും എന്നുള്ളതിന് സംശയമില്ല. നേരോടെ നടക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണും. തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല സഹോദരങ്ങളെ നമ്മുടെ ദൈവം. തനിക്കുള്ളവരെ അറിയുന്നവരെ ഉയർത്തുന്ന ദൈവം. തിരുവഴുത്തിങ്ങനെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്ന, അറിയുന്നവരെ ഉയർത്തുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. യഹോവ തന്റെ ജനത്തെ കാണുക മാത്രമല്ല, അറിയുക മാത്രമല്ല, ഇറങ്ങി വരുന്ന ഒരു ദൈവം. ആവർത്തിച്ചു പറയുന്നു, ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത ഇടത്ത് ഇറങ്ങി വന്ന് ഞാൻ അത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവശബ്ദം ഇന്നും മുഴങ്ങട്ടെ. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. ആഴി കണ്ട് ജനം ഭയപ്പെട്ടപ്പോ മുൻപോട്ട് പോകാൻ പറഞ്ഞ നമ്മുടെ ദൈവം മാത്രമാണ്. മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇടത്ത് പരാജയമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പ്രഭാതത്തിലും വീര്യം പ്രവർത്തിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമായി എപ്പോഴും ഉണ്ടാവട്ടെ. ഓരോരുത്തന്മാർ പറയുന്നത് പോലെ ദൈവം നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ ബലമാണ്. ബലം ക്ഷയിക്കുമ്പോൾ, ക്ഷണിച്ചു പോകുമ്പോൾ ബലമായി ദൈവം ഇറങ്ങി വരും. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. കഷ്ടങ്ങളിൽ അവിടുന്ന് അടുത്ത തുണ എന്നല്ല, ഏറ്റവും അടുത്ത തുണയാണ്. മറ്റു തുണകളൊക്കെ മാറിപ്പോകുമ്പോ, ബന്ധം വിച്ഛേദിക്കുന്ന സമയങ്ങൾ ഉണ്ടാകുമ്പോ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവും. ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ കൈവിടില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, തള്ളിക്കളയത്തില്ല. എന്റെ കരം നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന സർവശക്തിയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ. ആ കർത്താവിന്റെ കരം ഇന്ന് പകൽ നമുക്ക് അനുകൂലമായി വെളിപ്പെട്ടു വരാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാം. അവൻ ഉന്നതനായ ദൈവവും ഉയർന്നിരിക്കുന്ന ദൈവവും ശാശ്വതവാസിയായ ദൈവമായിരിക്കാൻ നന്ദി പറയാം. മനോവിനയവും മനസ്താവും ഉള്ളവരുടെ കൂടെ വസിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. അത് നമ്മളൊന്ന് ഉറപ്പാക്കണം. പലപ്പോഴും നമ്മൾ സംശയിക്കുന്നു, ഈ ദൈവത്തിന് കഴിയുമോ? അതുകൊണ്ടാണ് നിരാശ വരുന്നത്. ആവർത്തിച്ചു പറയുന്നു, അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല.
ആ ചെവി കേൾക്കാതെ വണ്ണം മന്ദമായിട്ടുള്ള ഒരു ചെവിയല്ല, ഇന്നും കേൾക്കുന്ന, ഇന്നും പ്രവർത്തിക്കുന്ന വീര്യമുള്ളൊരു ഭുജം എന്റെ കർത്താവിനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 27-ാം വാക്യം. മോശ കടലിന്മേൽ കൈനീട്ടി, പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രയീമിൽ അതിനെതിരായി ഓടി യഹോവ മിസ്രയീമരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവർ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടകളെയും ഫറവോന്റെ സൈന്യത്തെയെല്ലാം മുക്കിക്കളഞ്ഞു. നമുക്കറിയാം, അതിനു മുമ്പ് മോശ 21-ാം വാക്യം ശ്രദ്ധിക്കുക. 14-ന്റെ മോശ കൈ കടലിന്മേൽ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവൻ ഒരു മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങി നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി, അല്ലെങ്കിൽ നടന്നുപോയി. നമുക്കറിയാം, അവിടെ അരുളപ്പാടനുസരിച്ച് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് പകച്ചു നിന്നപ്പോൾ, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് തകർക്കാൻ നോക്കിയതെന്ന് മോശയോട് പുറപ്പെടുത്തപ്പോൾ, ദൈവത്തെ അവിശ്വസിച്ചപ്പോൾ ദൈവം ചോദിച്ചു, എന്തിനാ നിലവിളിക്കുന്നത്? മോശയോട് പറയുകയാണ്, മുൻപോട്ട് പോകും. അങ്ങനെ മോശ കടൽമേൽ കൈ നീട്ടി. ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ ഭുജത്തിന്മേൽ വന്നു. ഒഴുകി നടന്ന ചെങ്കടൽ 2ആയി വിഭജിക്കപ്പെട്ടു. മരുഭൂമിയിൽ എന്ന പോലെ ആഴിയുടെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ തന്റെ ജനമായ ഇസ്രായേലിനെ ദൈവം അക്കരെ കടത്തി. കൈ നീട്ടിയപ്പോ അതേ മോശ വീണ്ടും കൈ നീട്ടുകയാ. 27-ാം വാക്യത്തിൽ മോശ കടൽമേൽ കൈ നീട്ടി, പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. 2ആയി മാറിയ കടൽ, 2ആയി മാറിയ വെള്ളം, മതില് പോലെ നിന്ന വെള്ളം വീണ്ടും അഭിഷക്തൻ കൈ നീട്ടിയപ്പോൾ അത് വെള്ളമായി വരിക. മതിലായി നിന്നത് വെള്ളമായി മാറുകയാണ്. ഏലിയ പ്രാർത്ഥിച്ചൊറ്റ പ്രാർത്ഥനയിൽ ആകാശത്തിന്റെ ഡോർ ദൈവം 3.5 വർഷം അടച്ചു. അതേ ഭക്തൻ കർമ്മേലിൽ പ്രാർത്ഥിച്ചപ്പോൾ അടച്ച ഡോർ ദൈവം തുറന്നു കൊടുത്തു. ഇതാണ് അധികാരത്തിന്റെ ശക്തി. എനിക്കിന്ന് പകൽ പറയാനുള്ള ദൂത്, അഭിഷക്തനായ മോശ 2ാമത് കൈ നീട്ടിയപ്പോൾ വിഭജിക്കപ്പെട്ടത് വീണ്ടും കൂട്ടിയോജിച്ചു. എന്തിനാണെന്നറിയാമോ? നിനക്കെതിരെ നിൽക്കുന്ന ശക്തികൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ വഴിയിലൂടെ കടന്നു വരുന്നത് കണ്ടപ്പോ ദൈവം പറഞ്ഞു, നീട്ടിയ ഭുജം വീണ്ടും നീട്ടുക. നിനക്കെതിരെ നിൽക്കുന്ന ശക്തികൾ അതിനകത്ത് മുങ്ങാൻ പോകുകയാ. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, അഭിഷേകമുള്ളവർ എഴുന്നേൽക്കട്ടെ, ആത്മനിയോഗമുള്ളവർ എഴുന്നേൽക്കട്ടെ. കരങ്ങൾ ഉയർത്തിച്ചിരുന്ന് വിളിച്ചു പറ, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില ചെങ്കടലുകൾ മാറും, നിങ്ങളെ അക്കരെ കടത്തും. പക്ഷേ വീണ്ടും അതേ കരങ്ങൾ ഉയർത്തി ആത്മാവിൽ കമാൻഡ് ചെയ്യൂ. വിഭജിക്കപ്പെട്ടത് വന്ന് മൂടാൻ പോകുകയാ. രഥവുമായി 600 ഇരുമ്പ് രഥവുമായി തകർത്തുകളയാൻ വന്ന, ശക്തി കാണിക്കാൻ വന്ന, പിടിച്ചടക്കാൻ വന്ന, കൊള്ള പങ്കിടാൻ വന്ന, വന്നിടത്തുകൊണ്ട് തളയ്ക്കുമെന്ന് ആക്രോശിച്ചു വന്ന ശക്തികളെല്ലാം അതേ ചെങ്കടൽ മോശ കൈ നീട്ടിയപ്പോൾ മുങ്ങിപ്പോയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ആരാധിക്കുന്നവന് വേണ്ടി, മുട്ടിന്മേൽ നിൽക്കുന്നവന് വേണ്ടി, ഉയരത്തിലേക്ക് നോക്കുന്നവന് വേണ്ടി ദൈവം തുറക്കുന്ന വഴിക്ക് ഒരശുദ്ധനും പ്രവേശനമില്ല. തന്റെ ജനത്തിനു വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി മാത്രം തുറക്കുന്ന വഴിയാണ്. ആത്മാവിൽ കൽപ്പിക്കപ്പെടട്ടെ. ദൈവം ചില ഡോർ ഓപ്പൺ ചെയ്യുന്നത് ശത്രുവിന് വന്ന് പിടിക്കാനല്ല, പിടിച്ചു മാറ്റാനല്ല, ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല. പ്രാർത്ഥിക്കുന്നവൻ കരമുയർത്തി സ്തോത്രം ചെയ്യുമെങ്കിൽ ചില ശക്തികൾ നിനക്കെതിരെ നിൽക്കുന്നതിനെ മുക്കിക്കളയുന്ന ദൈവ സാന്നിധ്യം
നിന്റെ ശരീരത്തിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ അവകാശത്തിലേക്ക് കടന്നു കയറാൻ നിൽക്കുന്ന, പിടിക്കുവാൻ, പിന്തുടർന്ന്, തളയ്ക്കുവാൻ നിൽക്കുന്ന ശക്തികളെ ഇന്നു പകൽ മുക്കിക്കളയാൻ പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തട്ടെ. ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ചില വഴികളെ ദൈവം, തന്റെ ജനത്തിനെതിരെ നിൽക്കുന്നവന്റെ വഴികളെ ദൈവം അടയ്ക്കുമ്പോൾ നിനക്ക് വേണ്ടി തുറന്ന പാത നിനക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ശക്തമായി ദൂതറിയിക്കുന്നു. അന്യഭാഷയിൽ സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ജനം തയ്യാറാകുമെങ്കിൽ അസാധാരണമായ ചില ദൈവപ്രവർത്തി ഇന്നലെ തുറന്ന ഇടത്ത് നീ അക്കരെ കടക്കുമ്പോൾ അതിന്റെ പിന്നാലെ വരുന്ന ശക്തികളെ മുക്കിക്കളയുന്ന ഒരു ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുകയാണ്. നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ പിടിച്ചടക്കാൻ നിൽക്കുന്ന ചില ശക്തിയുടെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യൂ. ദൈവത്തിന് മഹത്വം കരേറ്റു. സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, നിങ്ങളുടെ മഹത്വമുള്ള ഭുജം ഞങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ, ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ നടക്കുമ്പോൾ, ശത്രു പറഞ്ഞ് ഞാൻ പിടിക്കും, എനിക്കുള്ളതാണ് എന്റെ അവകാശം എന്ന് പറയുമ്പോൾ, ഇല്ല, ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കി കൊടുത്ത പാതയായിരിക്കാൻ ദുഷ്ടന് അവകാശമില്ല. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ കടക്കയില്ലെന്ന് പറഞ്ഞ വാചനത്തിന്റെ ശക്തി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്നു. ഞങ്ങളുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്നു. ദൈവസഭയുടെ മേൽ വ്യാപരിക്കുന്നു. ജനം വിടുതൽ പ്രാപിക്കുന്നതിന് സ്തോത്രം. തിരുമഹത്വത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിനെ ആമേൻ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവപ്രവൃത്തി ഏറ്റെടുക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോകുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഈ വചനങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രചരിപ്പിക്കുക.